ഹരി ഓം. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സംസ്കൃത നവനീതത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഹനുമാൻ സ്വാമിയുടെ ഒരു ധ്യാനം ചൊല്ലി, അതൊരു 4 ശ്ലോകങ്ങളടങ്ങിയ ഒരു ധ്യാനമാണ്. ഇത് ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ധ്യാനം ചൊല്ലാം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. ആഞ്ജനേയ ശരണം. ഈ ഒരു ധ്യാനം ഇതിൻ്റെ ഓരോ ശ്ലോകങ്ങളായിട്ട് എടുത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ ശ്ലോകം നോക്കാം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ആഞ്ജനേയ, ആഞ്ജനേയൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻ സ്വാമി. അഞ്ജനയുടെ പുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് ആഞ്ജനേയൻ എന്ന പേര്. അപ്പോൾ അങ്ങനെയുള്ള ആഞ്ജനേയൻ. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ എന്നുള്ള അർത്ഥമാണ്. ബുദ്ധിമാനായ, ജ്ഞാനിയായ എന്നുള്ള അർത്ഥം. പാടലാനനം, ആനനം എന്ന് പറഞ്ഞാൽ മുഖം, പാടല എന്ന് പറഞ്ഞാൽ വെളുപ്പും ചുവപ്പും കലർന്ന നിറം എന്നാണ്. അപ്പോൾ അങ്ങനെ ഉള്ള മുഖത്തോടു കൂടിയ ഭഗവാൻ, വെളുപ്പും ചുവപ്പും കലർന്ന നിറത്തോടു കൂടിയ, അങ്ങനെയുള്ള മുഖത്തോടു കൂടിയ ഹനുമാൻ സ്വാമി, ബുദ്ധിമാനായ ഭഗവാൻ. കാഞ്ചനാദ്രി കമനീയ വിഗ്രഹം. കാഞ്ചനാദ്രി, അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം, കാഞ്ചനം സ്വർണം. അപ്പോൾ സ്വർണം കൊണ്ടുള്ള പർവ്വതം പോലെ കമനീയ, കമനീയ എന്ന് പറഞ്ഞാൽ മനോഹരമായ, അങ്ങനെയുള്ള വിഗ്രഹം, ശരീരത്തോട് കൂടിയവൻ. അപ്പോൾ സ്വർണം കൊണ്ട്, സ്വർണപർവ്വതം പോലെ മനോഹരമായിട്ടുള്ള ശരീരത്തോടു കൂടിയ ഭഗവാൻ എന്ന അർത്ഥം. പാരിജാതതരുമൂലവാസിനം, പാരിജാത വൃക്ഷം, അതിൻ്റെ മൂലവാസിനം, അതിൻ്റെ പാരിജാത വൃക്ഷത്തിൽ വസിക്കുന്നു, അതിൻ്റെ മൂലത്തിൽ വസിക്കുന്നവൻ എന്നുള്ള അർത്ഥം. ഭാവയാമി പവമാനനന്ദനം. പവമാന എന്ന് പറഞ്ഞാൽ വായു, കാറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള പവമാനൻ്റെ നന്ദനൻ, പുത്രനായ ഹനുമാൻ സ്വാമിയെ ഭാവയാമി, ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ ഒന്നുകൂടെ പൂർണ്ണമായിട്ടും അർത്ഥം ഒന്നുകൂടെ പറയാം. ശ്രേഷ്ഠനായ, ബുദ്ധിമാനായ, വെളുപ്പും ചുവപ്പും കലർന്ന നിറത്തോടു കൂടിയ മുഖത്തോടു കൂടിയവനും, സ്വർണ്ണ കൊണ്ടുള്ള പർവ്വതം പോലെ മനോഹരമായ ശരീരത്തോടു കൂടിയവനും, പാരിജാത വൃക്ഷത്തിൻ്റെ മൂലത്തിൽ വസിക്കുന്നവനുമായ വായുപുത്രനായ ഭഗവാനെ, ആഞ്ജനേയ സ്വാമിയെ ഞാൻ ധ്യാനിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം
ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പോൾ യത്ര യത്ര, യത്ര എന്ന് പറഞ്ഞാൽ അർത്ഥം എവിടെ എന്നുള്ളതാണ്. അപ്പോൾ യത്ര യത്ര 2 പ്രാവശ്യം അത് പറഞ്ഞിരിക്കും. അപ്പോൾ എവിടെയൊക്കെ രഘുനാഥ കീർത്തനം, രഘുനാഥൻ ശ്രീരാമസ്വാമിയുടെ കീർത്തനം കേൾക്കുന്നുവോ, എവിടെയെല്ലാം ശ്രീരാമൻ്റെ നാമം കേൾക്കുന്നുവോ, തത്ര തത്ര, തത്ര എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കൃത മസ്തകാഞ്ജലിം, കൃത ചെയ്യുന്നു എന്നർത്ഥം. മസ്തകം എന്ന് പറഞ്ഞാൽ ശിരസ് കൊണ്ട് അഞ്ജലി ചെയ്യുന്നു, നമസ്കരിക്കുന്നു. അപ്പോൾ എവിടെയൊക്കെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നാമം കേൾക്കുന്നു, അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ നാമസങ്കീർത്തനം നടക്കുന്നുവോ അവിടെയൊക്കെ ശിരസാ നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു ഭഗവാൻ ഹനുമാൻ സ്വാമി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി പറയുന്നു ബാഷ്പവാരി പരിപൂർണലോചനം. അപ്പോൾ ഭഗവാന്റെ ശ്രീരാമസ്വാമിയുടെ നാമം ഇങ്ങനെ കേൾക്കുന്നിടത്തെല്ലാം ഹനുമാൻ സ്വാമിയുടെ കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറയുകയാണ്. ബാഷ്പവാരി എന്ന് പറഞ്ഞാൽ, വാരി എന്ന് പറഞ്ഞാൽ ഒരു ജലപാത്രം എന്നുള്ള അർത്ഥം. അപ്പോൾ ബാഷ്പം കൊണ്ട്, കണ്ണുനീര് കൊണ്ട് തുളുമ്പുന്ന ഒരു ജലപാത്രം പോലെ നിറഞ്ഞ കണ്ണുകളോട് കൂടിയവൻ. പരിപൂർണ ലോചനം, കണ്ണ്, ലോചനം എന്ന് പറഞ്ഞാൽ കണ്ണ്, പരിപൂർണ. അപ്പോൾ കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രം, ജലപാത്രം പോലെ നിറഞ്ഞ, ആനന്ദം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോട് കൂടിയ ഹനുമാൻ സ്വാമി. അങ്ങനെയുള്ള മാരുതിം നമത രാക്ഷസാന്തകം. രാക്ഷസാന്തകം എന്ന് പറഞ്ഞാൽ രാക്ഷസന്മാരെ വധിക്കുന്ന, രാക്ഷസന്മാരുടെ അന്തകനായ മാരുതിം നമത, മാരുതിയെ, ഹനുമാൻ സ്വാമിയെ നമത, ഞാൻ നമിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എവിടെയൊക്കെയാണോ ശ്രീരാമസ്വാമിയുടെ നാമസങ്കീർത്തനം കേൾക്കുന്നത് അവിടെയൊക്കെ ശിരസാ നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു. സദാ ഹനുമാൻ സ്വാമി ശിരസാ അവിടങ്ങളിൽ വന്ന് നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരു കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ് തുളുമ്പുന്ന ഒരു ജലപാത്രം പോലെ, അശ്രുക്കൾ കൊണ്ട് നിറഞ്ഞ് തുളുമ്പുന്നു. അപ്പോൾ അങ്ങനെ നിറകണ്ണുകളോട്, ആനന്ദക്കണ്ണീരോടുകൂടി ഭഗവാൻ നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു രാമനാമം കേൾക്കുന്നിടത്തെല്ലാം. അങ്ങനെയുള്ള ആ ഹനുമാൻ സ്വാമിയെ, രാക്ഷസ അന്തകനായ ആ ഹനുമാൻ സ്വാമിയെ, മാരുതിയെ ഞാൻ നമിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. മനോജവം എന്ന് പറഞ്ഞാൽ മനസ്സുപോലെ വേഗമുള്ളവൻ എന്നാണ്. മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ കൂട്ടം, ചിന്തകൾ ആണ് മനസ്സെന്ന് പറയുന്നത്. ആ ചിന്തകളുടെ വേഗത എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ചിന്തകളുടെ കൂട്ടത്തെയാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ മനസ്സുപോലെ വേഗമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് മനോജവൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത്. മാരുത തുല്യ വേഗം, മാരുതൻ എന്ന് പറഞ്ഞാൽ കാറ്റ്. അപ്പോൾ കാറ്റിന് തുല്യമായിട്ടുള്ള, വായുവിന് തുല്യമായ വേഗതയുള്ളവനും, ജിതേന്ദ്രിയൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ജിതേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. ബുദ്ധിമതാം വരിഷ്ഠം, ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാന്മാരിൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ളവൻ എന്നുള്ള അർത്ഥമാണ്. ബുദ്ധിമാന്മാരിൽ ശ്രേഷ്ഠനായവൻ ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവനും, വാതാത്മജം, വാദം എന്ന് പറഞ്ഞാൽ വായു, കാറ്റിൻ്റെ ആത്മജം, വായുപുത്രനും, വാനരയൂഥമുഖ്യം, വാനരസൈന്യത്തിൻ്റെ മുഖ്യനുമായ, സൈന്യത്തിൻ്റെ തലവനായ അല്ലെങ്കിൽ മുഖ്യനായ ശ്രീരാമദൂതനെ, ശ്രീരാമസ്വാമിയുടെ ദൂതനെ ശിരസാ നമാമി, ശിരസാ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ മനസ്സുപോലെ
വേഗമുള്ളവനും മാരുതതുല്യ വേഗം, മനസ്സുപോലെ വേഗമുള്ളവനും കാറ്റിന് തുല്യമായ വേഗതയുള്ളവനും മനസ്സിനെ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവനും വായുവിൻ്റെ പുത്രനും വാനര സൈന്യത്തിൻ്റെ മുഖ്യനും ശ്രീരാമൻ്റെ ദൂതനും ആയ ആഞ്ജനേയസ്വാമിയെ ഞാൻ ശിരസാ നമിക്കുന്നു. ഇനി അടുത്ത ശ്ലോകം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അപ്പോൾ അവിടെ ഗോഷ്പദീകൃതവാരാശിം, ഭഗവാൻ എന്താണ്? ആഞ്ജനേയസ്വാമി സമുദ്രലംഘനം ചെയ്ത ആളാണല്ലോ. അപ്പോൾ സമുദ്രത്തെ അദ്ദേഹം ചാടിക്കടന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സമുദ്രത്തെ അദ്ദേഹം എപ്രകാരമാണ്, എത്ര ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ചാടിക്കടന്നതെന്നാണ് അവിടെ ആ വരിയിൽ പറയുന്നത്. ഒന്നാമത്തെ ഗോഷ്പദീകൃത വാരാശിം എന്ന് പറയുന്ന അതിൽ അതാണ് വിവരിച്ചിരിക്കുന്നത്. അത് ഗോഷ്പദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുളമ്പടിയിൽ കൊള്ളുന്ന അത്ര, ഗോഷ്പദം എന്ന് പറഞ്ഞാൽ കുളമ്പടിയിൽ കൊള്ളുന്ന അത്ര ജലം, എത്ര ജലമായിരിക്കും ഒരു കുളമ്പടിയിൽ കൊള്ളുന്നത്. അപ്പോൾ ആ ഒരു അളവിനെയാണ് ഗോഷ്പദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ വാരാശി എന്ന് പറഞ്ഞാൽ സമുദ്രം. അപ്പോൾ ഒരു കുളമ്പടിയിൽ കൊള്ളുന്ന അത്ര വെള്ളം എത്രയുണ്ടോ അതിനെ ചാടിക്കടക്കുന്നത് പോലെ അത്രയും ലാഘവത്തോടു കൂടിയാണ്, ആ ഒരു ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം സമുദ്രത്തെ ലംഘിച്ചത്, സമുദ്രലംഘനം നടത്തിയത്. അപ്പോൾ അതാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ആ ശ്രേഷ്ഠതയാണ് അവിടെ പറയുന്നത്. ഭഗവാന്റെ ആ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം ചെയ്തു, അതാണ് അവിടെ വിവരിക്കുന്നത്. ഗോഷ്പദീകൃത വാരാശിം മശകീകൃത രാക്ഷസം. മശകം എന്ന് പറഞ്ഞാൽ കൊതുക് എന്നാണ് അർത്ഥം. മശകഹ എന്ന് പറഞ്ഞാൽ കൊതുക്. അപ്പോൾ മശകീകൃത, ഒരു കൊതുകുകളെ എങ്ങനെയാണോ നമ്മൾ അടിച്ചു കൊല്ലുന്നത് അതുപോലെ അങ്ങനെയുള്ള ആ ലാഘവത്തിൽ രാക്ഷസന്മാരെ വധിച്ചവൻ. മശകീകൃത രാക്ഷസം, രാക്ഷസന്മാരെ വെറും കൊതുകുകളെ കൊല്ലുന്നത് പോലെ കൊന്നുകളഞ്ഞവൻ, അങ്ങനെ വധിച്ചവൻ എന്നുള്ള അർത്ഥമാണ്. രാമായണ മഹാമാല, രാമായണമാകുന്ന മഹാമാലയിലെ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ആ മാലയിലെ രത്നമായ ഭഗവാൻ, അങ്ങനെയുള്ള ആ ഭഗവാൻ വന്ദേ അനിലാത്മജം എന്നാണ്. അനിലാത്മജം എന്ന് പറഞ്ഞ്, അനിലെന്ന് പറഞ്ഞാലും വായു, കാറ്റ് എന്നുള്ള അർത്ഥം. അപ്പോൾ വായുവിൻ്റെ ആത്മജം, പുത്രനായ അങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയെ വന്ദേ, ഞാൻ വന്ദിക്കുന്നു എന്നാണ്. അപ്പോൾ ഒരു കുളമ്പടിയിൽ കൊള്ളുന്ന അത്ര ജലത്തെ ചാടിക്കടക്കുന്ന ലാഘവത്തോടുകൂടി സമുദ്രത്തെ ലംഘിച്ചവനും കൊതുകുകളെ കൊല്ലുന്ന ലാഘവത്തോടെ രാക്ഷസന്മാരെ വധിച്ചവനും ആയ രാമായണമാകുന്ന മാലയിലെ രത്നമായ ആ വായുപുത്രനെ ഞാൻ വന്ദിക്കുന്നു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി ഒന്നുകൂടെ ആ ധ്യാനം മുഴുവനായിട്ട് ചൊല്ലിയതിന് ശേഷം പൂർത്തിയാക്കാം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. ആഞ്ജനേയ സ്വാമി ശരണം. സർവം ഗുരുപവനപുരേശ്വരാർപ്പണമസ്തു.